അപ്പൊ റൂമിൽ പോയി കടാ. അപ്പോ ഞാൻ കിടന്നോളാം. നിങ്ങൾ പോ. രാമനാഥ് അങ്ങനെ പറയട്ടെ, നാഗോലി കൂടെ വരും. മക്കളെ നിങ്ങൾ പോ, നിങ്ങൾ പോ. മാമ വാ, റൂമിൽ പോയി കിടക്കാം. വാ, അകത്ത് പോയി കിടക്കാം. എനിക്കറിയാൻ കിടക്കേ, എനിക്ക് എന്റെ വർക്ക്ഷോപ്പുണ്ട്, അവിടെ ഞാൻ പോയി കിടക്കും. വാ. പിടി വീഴും അങ്ങര്. ആരോട് പറയാൻ? ആകെ നാണക്കേടായി. ഞാൻ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിനകത്ത് കിടക്കാൻ പറ്റില്ല. എന്തിന് കഷ്ടങ്ങൾ കാണിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കയറി കിടക്കും. അച്ഛാ, ഇന്നലെ ഇവിടെ വഴക്കും ബഹളമൊക്കെ ആയി നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ലല്ലേ? ഇവിടത്തെ നാടകം കഴിഞ്ഞിട്ടല്ലേ സിനിമ. എനിക്ക് തോന്നുന്നതേ, ഉണ്ണിയപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും അതിനൊക്കെ പറ്റി മറക്കും. ഉറങ്ങി എണീക്കുകയാണെങ്കിലല്ലേ അതിന് മര്യാദക്ക് കിടന്നുറങ്ങണ്ടേ? ഇന്നലെ എവിടെ കിടന്നുറങ്ങിയെന്നാണ് വിചാരം? എവിടെ? വർക്ക്ഷോപ്പില്. വർക്ക്ഷോപ്പിലോ? കൊതുകടിയും കൊണ്ട് വിളിച്ചിട്ടൊന്നും വന്നില്ല. വരാൻ ബോധം വേണ്ടേ? സത്യം പറഞ്ഞ ഇന്നലെ രാമ ഇല്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ പ്രശ്നം വഷളായനെ. സത്യം, രാമ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. നീ മിണ്ടരുത്. ഇന്നലെ വന്നപ്പോ തന്നെ എണീച്ചിരിക്കാൻ വയ്യാത്ത മനുഷ്യനായിരുന്നു. ഇവള് ഇത്തിരി സ്നേഹം ഉള്ളതുകൊണ്ട് വിളിച്ചപ്പോ കേറി ഇങ്ങ് വന്ന്. ഇല്ലായിരുന്നെങ്കിൽ അവിടെ വീണേനെ. എന്തൊരു ശക്തിയായിരുന്നു വിളിച്ചിട്ട് ആലോറിക്കൊണ്ട്. കള്ളു എന്നെ കുടിച്ചത് വേറെ വല്ലതാണോ എന്തോ എനിക്കറിയാം. ഇന്നലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കണം മനുഷ്യനാണ്. നീ അവിടെ ചെന്ന് നോക്കിട്ടോ എന്തോ ചെയ്യണമെന്ന്. മോളെ പോയി നോക്കിട്ടോ. സിനിമക്കൊക്കെ നമുക്ക് പിന്നെ പോ. അവളെവിടെ ഇറങ്ങി? അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കണം. ഭയങ്കര ക്ഷീണം മക്കളെ. എങ്ങനെ ക്ഷീണം ഉണ്ടാവാതിരിക്കും? കുടിച്ച് മതോന്മതനായി വരുമ്പോ ആലോചിക്കണമായിരുന്നു. മക്കളെ, കുറെ കാലം കൊണ്ട് ഞാൻ കഴിക്കാറില്ലല്ലേ, ഇപ്പം കടിച്ചപ്പോ ആകെ മൊത്തം ഒരു ക്ഷീണം. അതെ, ഇന്നലെ ഇവിടെ കാണിച്ച താണ്ഡവം വല്ല ഓർമ്മയുണ്ടോ? ഞാൻ എന്തിനു കാണിച്ചു? ഓർമ്മയില്ല. ആ രാമങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അത് ഞാൻ പറയും. അവൻ എന്നെ പറ്റിച്ചിട്ടല്ലേ പോയത്. ഞാൻ പറയും, ഇനിയും പറയും. ഇന്നലത്തെ കാര്യമാണോ പറയണേ? ഓ, അത് കള. അതിനെ പിടിച്ചോണ്ടിരിക്കാതെ. അങ്ങനെ കളയാനൊന്നും പറ്റൂല. അവന്റെ മുഖത്ത് നോക്കി 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇത് മതിയാക്കുള്ളൂ. എന്റെ ഉണ്ണിയമ്മ, ഇനി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, വിട് മാമ. അതന്നെ എനിക്കും പറയാനുള്ളത്. രാമങ്ങൾ വരുമ്പോഴേക്കും ഒന്നും പറയാനൊന്നും നിക്കണ്ട, നമുക്ക് അങ്ങ് മറന്നു കളയാം. ക്ഷമിക്ക്. മറക്കണോ വേണ്ടത് ഞാൻ ആലോചിക്കാം കേട്ടാ. ഇപ്പൊ അങ്ങനെയാ? ഈ കുടിക്കുമ്പോഴേ ഉള്ളു ഈ പ്രശ്നങ്ങള്. കുറെ നാളായിട്ട് ഇല്ലായിരുന്നല്ലേ, ഇപ്പൊ കുടിച്ചപ്പോഴല്ലേ ഇതൊക്കെ. അല്ല, അവ കാണിച്ചത് ശരി തന്നെ. എന്തിനായാലും കളമാമ. ഇനി അതിനെ പറ്റി ചൊല്ലിക്കൊണ്ടു. ഞാൻ പോണം. ശരി ശരി, വേണോ? ഒന്നും വേണ്ട മക്കളെ. ഓ, ഞാൻ എനിക്ക് ഒട്ടും വയ്യ. ക്ഷീണം ഉണ്ടല്ലേ? ഓ, ഭയങ്കര ക്ഷീണോടാ. എന്നാലേ അകത്ത് കയറി കിടന്നാലോ? അത് ഞാൻ വന്നോളാം. നീ പോ, ശകലത്തി ഇവിടെ ഇരിക്കിട്ട് പോ. എന്തുകൊണ്ട് 2 ദിവസത്തെ വിശേഷം? ഒരുപാട് വിശേഷം. കട്ട ചൂട് കടത്തി. എൻ്റെ അമ്മേ, ഇപ്പൊ വരണ്ടായിരുന്നു കേട്ടോ. രാത്രി വല്ല ഇറങ്ങിയാൽ മതിയായിരുന്നു. ഒരു ധാന്യങ്ങളുള്ള വല്ലതും തരുമോ? ഇപ്പൊ തരാം.
എത്തിയാ ആ പട വന്നല്ലേ പട. അച്ഛാ അത്താ അച്ഛാ ആ ഇവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്ത് സംഭവം? ആ ആ നീ വന്നാ? വന്ന് നിന്നെ കാത്തിരിക്കായിരുന്നു. എന്താണ്? എന്തെന്ന് വെച്ചാ ആകെ നാണക്കേടായടാ. ഇന്നലെ ഉണ്ണിയോമൻ കുടിച്ചു വന്ന് ബഹളം വെച്ച് അയലൊക്കെക്കാരൊക്കെ കണ്ട ആകെ ചോദിച്ചു നോക്ക്. ഇവിടെ കിടന്ന് അഴിഞ്ഞാട്ടം നടത്തായിരുന്നു. നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കുന്നു. അപ്പുറത്തെ സ്റ്റെല്ല ചേച്ചി മക്കളും എല്ലാരും ഇറങ്ങി നിന്നത് എന്തോന്ന് ഇവിടെ നടക്കണം. ഭൂകമ്പമായിരുന്നു. വീടിനെ മറിച്ചു വെച്ചു. ഞാൻ നോക്കുമ്പോഴേ ആ വീട്ടിലെ ടെറസിന്റെ മേളിലൊക്കെ നിന്ന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കി ചിരിക്കുന്ന എല്ലാരും. അയക്കാൻ പറ്റുന്നില്ല. ആക്കേടായി. അത് മാത്രല്ല അങ്കളെ എന്നെ തള്ളിയിട്ട്. നീ മിണ്ടരുത്. ഇവള് ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഇവളെന്ത് ചെയ്തു? ആ ഇവള് എന്ത് ചെയ്തെന്നാ അമ്മ പറഞ്ഞോട്. നീ നാട്ടിൽ പോയപ്പോ മാമനെ കൊണ്ടുപോയില്ലല്ലോ. മാമന് അതിൽ നല്ല കലിയുണ്ടായിരുന്നു. ഇവളെന്ത് ചെയ്ത് അതിൽ പോയി എരുതിയിൽ എണ്ണ ഒഴിച്ച്. ചേട്ടന് ഞാൻ ഉത്സവത്തിന് അവർ വിളിച്ചോണ്ട് പോയല്ലേ. ഉത്സവത്തിലാണെങ്കിൽ ഇവരെ കൊണ്ടുപോവാ. അല്ല ഇവളെന്ത് ചെയ്യുന്നു? മാമന് എന്നിട്ട് ഇവന്റെ അടുത്ത് 2 ചോദ്യം ചോദിക്കണമായിരുന്നു. അതിനുള്ള ധൈര്യം കിട്ടാനാണ് മാമൻ പോയി കള്ളു കുടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇവള് പറഞ്ഞോണ്ടാണല്ലോ കുടിച്ചത്. അത് തന്നെ ഇവര് പറയാനായിട്ട് ഞാൻ കള്ള് വായന ഒഴിച്ചു കൊടുത്തു. വായിൽ കള്ള് ഒഴിച്ചു കൊടുക്കണ്ട. നീ മനസ്സിൽ കുറെ വിഷം കുത്തി നേർച്ചിട്ടുണ്ട് കേട്ടോ. അതെ അച്ഛാ ഉണ്ണി അപ്പൂന് ബോധം വരുമ്പോ കാര്യം എന്താന്ന് അറിയാലോ. അപ്പൊ മനസ്സിലാക്കിക്കോ. നിർത്ത്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതിനൊരു പോംവഴിയാണ്. ഇതിലിപ്പോ ഈ ഉണ്ണിപ്പിള്ള എവിടെ? അതല്ലേ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പിള്ളേരെ പറഞ്ഞിട്ടോ ആളവിടെ കാണാനില്ല. ഇനി എത്ര കാലം വരും കണ്ടറിയാം. ഇന്നലത്തെ എന്റെ ഇത് മാറിയിട്ടില്ല. ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂലടാ. ഇതൊരു തീരുമാനമാക്കണം. കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കുടിച്ച ഇതേപോലെ ഒരു വൃത്തികെട്ട മനുഷ്യൻ വേറെ ഇല്ല. ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം. നീ വരട്ടെ. ഇന്ന് കുടിക്കാനല്ലേ പോയത്? വരട്ടെ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇവിടുത്തെ അവസ്ഥ അതായിരുന്നു. എന്തായാലും നീ തന്നെ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വരാൻ എനിക്ക് നാരങ്ങ വെള്ളമല്ലേ വേണ്ട. ഞാൻ കൊണ്ടുവരാം. ഒരു വെള്ളം വേണ്ട ചേട്ടത്തി.